ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നൈമിഷികമായി ലഭിക്കുന്ന പ്രശസ്തിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് ഇന്നത്തെ തലമുറ. ശ്രദ്ധയും ആദരവും എല്ലാവരും ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ എന്ത് ക്രൂരകൃത്യവും ചെയ്യുവാൻ ചിലർ ശ്രമിക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത്തരം ആളുകളുണ്ട്. കൗമാരക്കാരിലും യുവാക്കളിലുമാണ് ഈ പ്രവണത കൂടുതലായി കാണുന്നത്. വിചാരം കുറവും വികാരങ്ങൾ കൂടുതലും ഉള്ള പ്രായമാണത്. സമചിത്തത ഉണ്ടാകില്ല. മനസ്സ് ചഞ്ചലമായിരിക്കും. പ്രായമാകുന്തോറും മനസ്സിൻ്റെ ചഞ്ചലത കുറയുന്നു. ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇത്തരം പ്രവൃത്തികൾ കുറയും. എല്ലാവരും എല്ലാ രംഗങ്ങളിലും ഇന്ന് ഒന്നാമനാകാൻ മത്സരിക്കുകയാണ്. സാധാരണ മനുഷ്യനായി ജീവിക്കാൻ പലർക്കും താല്പര്യമില്ല. അസാധാരണ മനുഷ്യരായി അറിയപ്പെടാനാണ് കൂടുതൽ പേർക്കും താല്പര്യം. ഇല്ലാത്ത കഴിവുകൾ ഉണ്ടെന്ന് ഭാവിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വലുതാകാൻ പലരും ശ്രമിക്കാറുണ്ട്. തീർച്ചയായും ജീവിത വിജയം നേടാനും ഉയരുവാനുമുള്ള ആഗ്രഹം ഉണ്ടാകണം. പക്ഷേ അത് ഞാൻ എന്ന ഭാവം വളർത്താനുള്ളതാകരുത്. ലോകം മുഴുവനും എന്നെ ശ്രദ്ധിക്കണം എന്ന സ്വാർത്ഥ ചിന്തയോടെ പ്രവൃത്തികളിൽ ഏർപ്പെടരുത്. നമ്മുടെ പ്രവൃത്തി മഹത്തരമാണെങ്കിൽ സ്വാഭാവികമായി ലോകം നമ്മെ ശ്രദ്ധിക്കും, ബഹുമാനിക്കും. സ്വാർത്ഥമോഹമില്ലാതെ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവൻ്റെ വേദന മാറ്റുവാനും വേണ്ടി പ്രവർത്തിക്കുന്നവർ ലോകത്തിന് മാതൃകയാകും. ഞാൻ എന്ന ഭാവം ഒഴിഞ്ഞാൽ കർമ്മരംഗം ശുദ്ധമാകും. ശ്രദ്ധയും അംഗീകാരവും പിടിച്ചുപറ്റാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്. കുടുംബത്തിനും സമൂഹത്തിനും ലോകത്തിനും ഗുണകരമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ലോകത്തിൻ്റെ അംഗീകാരവും ശ്രദ്ധയും സ്വാഭാവികമായും നമ്മളിലേക്ക് എത്തിച്ചേരും. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.